ഗുഡ് മോർണിംഗ്. ഹലോ എവറിബഡി. ഹാപ്പി യോഗ ഡേ. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ ഇവിടെ മോർണിംഗ് ആയിട്ട് മഴയാണ് ഗൈസ്. നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഹോട്ടലിൽ നിന്നല്ല, മഴ അതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. വീട്ടിനകത്തുനിന്ന് കുടിക്കാമെന്ന് ചായ. ഈ ടീഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിന് മുകളിലായി. ഇത് കൊച്ചി സെൻട്രൽ സ്ക്വയറിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഈ ടീഷർട്ട് ഇട്ടിട്ട് റീലോ വീഡിയോസോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, ആച്ചി ഒരു പുരുഷ വിരോധിയാണോന്ന്. ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഈ ടീഷർട്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ ഈ ബോയ്സ് എന്ന് എഴുതിയത് കണ്ടു, പക്ഷെ അതിന്റെ മോഡൽ ഇങ്ങനെ ഒരു വരവുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അതിന്റെ താഴെ 2 ലൈൻ എഴുതിയിട്ടുണ്ട്. അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാനത് വാങ്ങിക്കുന്നത്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? വിചിത്രമായ ചെറുപ്പമുള്ള ആത്മാക്കളായിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് വായിച്ചപ്പോൾ കൊള്ളാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ടതാണ്. അല്ലാണ്ട് അതിന്റെ പിന്നിൽ യാതൊരു ദുരുദ്ദേശമില്ല കേട്ടോ. ഞാനൊരു പുരുഷ വിരോധിയോ സ്ത്രീ വിരോധിയോ ഒന്നും ഇല്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇതെൻ്റെ 2ാമത്തെ ഗ്ലാസ് ചായയാണ് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ 2 ഗ്ലാസ് ചായയൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ കുടിക്കുന്നത്. അത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായി. യു ആർ സോ ലക്കി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ മഴയൊക്കെ കണ്ടിരുന്ന് 2 ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിരിക്കാൻ. എന്തായാലും ഒരുവിധം ഞാൻ ആ ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് തീർത്തു. അപ്പോൾ ഈ യോഗ ഡേയോടനുബന്ധിച്ച് ഞാൻ ശവാസനത്തിലോട്ട് പോകാൻ പോവാണ്. അന്ന് ഇളയമ്മൻ്റെ വീട്ടിൽ പോയിട്ട് 5 രൂപയുടെ 5 മിഠായിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇളയമ്മയുടെ ഏറ്റവും ഇളയ കുട്ടി അൻസാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 5 മിഠായി കൊടുക്കുന്നതെന്ന്. ബട്ട് ആരും ചോദിച്ചില്ല അൻസാരി ആരാണെന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. അൻസാരി കുഞ്ഞിണ്ടാ? എവിടെയുള്ള ഞങ്ങളവിടെ ഇളയാ? ഓക്കെ ഗായ്സ്, എൻ്റെ വീട്ടിൽ കുഞ്ഞിയുണ്ട്. കുഞ്ഞി എന്ന് വെച്ചാൽ എൻ്റെ ഇളയമ്മയാണ്. അന്നത്തെ വീഡിയോ എന്നാണ് ഗൈസ് കാണുന്നത്. ഗായ്സ്, നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കുരുവ് കടലേക്ക ഉപ്പേരി, വൈറ്റ് ചന എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. തേങ്ങാച്ചോറും അതിൻ്റെ ബെസ്റ്റ് എവർ കോമ്പിനേഷനായ മുളകുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും തേങ്ങാച്ചോറിനുള്ള പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പശുവിൻ പാലല്ല, കോക്കനട്ട് മിൽക്ക്. പിന്നെ എന്നും ഞാൻ ഇതിൻ്റെ പേരിൽ അടി കൂടാറാണുള്ളത്. സിർക്ക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേരളത്തിലെ സിർക്ക അല്ല. അപ്പോൾ ഇവിടുത്തെ സിർക്ക എന്ന് പറയുന്നത് എന്താ പറയുക, നീരയുണ്ടല്ലോ, നീര വെച്ച് പുളിപ്പിച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ സാധനമാണ് ഇത്. സ്മെൽ ലൈക്ക് വിനേഗറിനെക്കാളും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക മുളകിട്ടതിലേക്ക് യൂസ് ചെയ്യുന്നത്. പാൽ ഇത് ഇത്ര എടുത്തിട്ട്, ഇത് ഒരു തേങ്ങയുടെ പാലാണ്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, 3 പാലും അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു 5 ഗ്ലാസ് അരി വേകുന്നുണ്ട്. അതായത് രാത്രിക്കും കൂടിയാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഇത്രയും പാൽ എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങോട്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷൻ അരിയാണ്. മറ്റേ വലിയ അരികളൊന്നും ഇല്ല. അപ്പോൾ ലക്ഷദ്വീപിൽ എല്ലാ വീട്ടിലും റേഷൻ അരി ഉണ്ടാകും. അപ്പോൾ റേഷൻ അരിയുടെ തേങ്ങാച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു എന്താ പറയുക വിട്ടുവീഴ്ചയും ഇല്ല. വേറെ ഇപ്പോൾ റേഷൻ അരി കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ബെല്ല് എന്ന പേരുള്ള ഒരു അരിയുണ്ട്. അത് സെയിം ഇത് തന്നെ, ടെക്സ്ചർ തന്നെയാണ് റേഷൻ അരിയുടെ. അത് വെച്ചിട്ടും തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അരിനെ 3 വെള്ളത്തിൽ കഴുകിയെടുക്കണം.
ഓക്കെ, ഇതാണ് നമ്മൾ കാലാകാലങ്ങളായി ഉണ്ടാക്കുന്ന ചെമ്പ്. ഈ ചെമ്പിൽ ഇത്രയും അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാനും ഉമ്മയും ബാപ്പായും പെങ്ങളുടെ കുട്ടികളും വല്ലപ്പോഴും അളിയനും കഴിച്ചാലായി. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ആട്ടിനും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. തന്നെയാണ് നമ്മളെ വളർത്തുന്ന ഇനങ്ങളും കൊടുക്കുന്നത്. പൂച്ചയെ ഞങ്ങൾ വളർത്തുന്നില്ല, അവർക്ക് വലിഞ്ഞു കയറി വന്നതാണ്. ആട്ടിന് ചോറ് മാത്രമല്ല, നമ്മൾ ആടിൻ്റെ തീറ്റയുണ്ട്, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ പൂച്ചയ്ക്ക് പച്ചമീനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ മീൻ മുറിച്ചതിൻ്റെ ബാക്കി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, നമ്മളുടെ ഒരു അംഗത്തെ പോലെയാണ് അവരൊക്കെ കാണുന്നത്. സത്യമായിട്ടും ഓക്കെ, നമ്മളെ ഉമ്മയ്ക്കൊപ്പം ചെലിച്ചാലേ ഇന്നത്തെ തേങ്ങാച്ചോറും മുളാൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റും. എന്തായാലും അടുപ്പിന്ന് വെയിലായതുകൊണ്ട് മഴയൊക്കെ മാറി, അതുകൊണ്ട് ഇന്ന് വെളിയിൽ അടുപ്പ് കത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഉണ്ട്, ഗ്യാസിലൊക്കെ വെക്കാം. പക്ഷെ എന്നാലും നമ്മളിന്ന് അടുപ്പാണ് കത്തിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അടുപ്പിന് പുകയോട് കൂടിയുള്ള ഒരു ഫ്ലേവർ വരാതിരുന്നാൽ തേങ്ങാച്ചോറ് പൊളിക്കുന്നതായിരിക്കും. സംടൈംസ് പുകച്ച് വയ്ക്കുന്നൊരു ചോറൊക്കെ കിട്ടും, അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ഫ്ലേവറാണ്, പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ ഉണ്ടാക്കി നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഈ അടുപ്പിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, മീഷോയിലുണ്ടോ ആമസോണിലുണ്ടോ എന്ന്. പക്ഷേ എവിടെയില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ തന്നെ അലുമിനിയത്തിൻ്റെ ബക്കറ്റാണ്. അതിന് ഞങ്ങൾ കുത്തിപ്പൊളിച്ചിട്ട് ഇങ്ങനൊരു ആസൂത്രണം ചെയ്തതാണ്. തീ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഉമ്മ അങ്ങനെ ചുറ്റുപാത്രമായിട്ട് വരികയാണ്, കയറ്റിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, നിങ്ങളതിനെ ഉപ്പ് ചേർക്കാമെന്ന്. പക്ഷെ ഉപ്പ് ചേർക്കാൻ മറന്നുപോയതാണ്. മറന്നുപോയതല്ല, ഈ ഒരു സമയത്ത് തന്നെയാണ് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ഉപ്പ് അങ്ങോട്ട് വാരി വിതറാൻ പോവാണ് ഗൈസ്. അമ്മമാർക്ക് അതിന് പാകം അറിയാം, അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ ഡെയിലി ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് അറിയാം എത്ര സ്പൂൺ ഇട്ടാലാണ് അതിന് പാകമാവുക എന്ന്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്തായാലും അതിന് പാകമായിട്ടുണ്ട്. ഊതേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു തവി എടുത്തിട്ട് ഇങ്ങനെ വികറി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തുള്ള പുകയൊക്കെ മാറിയിട്ട് തീ കത്തുന്നതാണ്. എന്നും പുകക്കുയൽ വെച്ചിട്ട് ഊതുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ തവി എന്തെങ്കിലും വെച്ച് ആറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഗായ്സ്, തീ പറ്റിയിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള തേങ്ങാച്ചോറ്റിലേക്ക് ചിലർ ഈ ഒരു ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പെൻഡാ ലീഫ് അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇന്തോനേഷ്യക്കാരാണ് മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളിത് നെയ്ച്ചോറുണ്ടാക്കുന്നതിലേക്കാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ചിലർ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നൗ ഡൈസ്ലി പണ്ടുള്ളവരൊന്നും ഇതൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങ് യൂസ് ചെയ്യുന്നില്ല. പെങ്ങൾ ഓൾറെഡി ഇപ്പുറത്തെ വേറൊരു ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നെങ്കിൽ അളിയന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. നോ, ഇത് ബാപ്പയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാണ്. ജസ്റ്റ് ബിക്കോസ് ബാപ്പയ്ക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനായിട്ടുള്ള വേറെ ഒരു അരിയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബാപ്പ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ള അരി ഭക്ഷണം. വെറും റൈസ് മാത്രമല്ല, അതിൻ്റെ കൂടെ സാലഡ് അങ്ങനെ എന്തൊക്കെയൊക്കെ ആഡ് ചെയ്യും. ഞങ്ങൾ വേറെ ലെവലാണ്. പക്ഷെ ആ സാലഡിൽ നിന്ന് ഒരു കഷ്ണം പോലും നമുക്കാർക്കും കിട്ടാറില്ല. ഫസ്റ്റ് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇപ്പോൾ നമ്മൾ അത്രയും മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഒരു 4-5 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആവശ്യമുള്ളത് ടർമറിക് പൗഡറാണ്. അതൊരു 1-2 സ്പൂൺ, അറിയില്ല, അത്രയും മതിയാണെന്ന് തോന്നുന്നു. ഒരു 2 സ്പൂൺ, 1.5 സ്പൂൺ. ഇനി ഇതെന്താണമ്മ? ഓക്കെ, തടിയൻ ജീരകം, മണിമുളക് ആൻഡ് ഉലുവ. തടിയൻ ജീരകം എന്ന് വെച്ചാൽ നമ്മുടെ വലിയ ജീരകമില്ലേ, അതാണ് പെരിഞ്ചീരകം. അതെ, അതും പിന്നെ മണിമുളക് എന്ന് വെച്ചാൽ കുരുമുളക്, പിന്നെ ഉലുവ അത് വറുത്തിട്ടാണോ? വറുത്തിട്ട് പൊടിച്ചെടുത്താണ് ഗായ്സ്. അപ്പം അതിൽ നിന്നൊരു 2-3 സ്പൂൺ. ഇപ്പോൾ ഞാൻ എണ്ണയില്ല, നിങ്ങൾക്ക് എന്തായാലും കണ്ടു കാണും. ഓഹോ, ഓക്കെ. ഇനി അതിലേക്ക് ഉപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉപ്പില്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ഒരു കണക്കുണ്ടെന്നാണ് പെങ്ങൾ അവിടെ നിന്നുള്ള അശ്വരീരി പെങ്ങളുടെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഇതിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
എന്താ പറയുക സുർക്ക, നമ്മുടെ ഇവിടുത്തെ നാടൻ സുർക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതില്ലാത്ത എന്തായാലും ഇപ്പോൾ കേരളത്തിൽ ഇത് കിട്ടാനൊരു ചാൻസും ഇല്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടാവും, എന്നാലും നമുക്കങ്ങ് ഒപ്പിക്കാം. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മറന്നുപോയി ആഡ് ചെയ്യാൻ. അത് നമ്മുടെ ക്രഷ്ഡ് എന്താ പറയുക വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചതച്ച നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഒരു കപ്പ് നമ്മൾ ചെയ്താൽ ആഡ് ചെയ്താൽ 1 കപ്പ് വിനാഗിരി നമ്മൾ ആഡ് ചെയ്തു. വിനാഗിരി അതായത് നമ്മുടെ നാടൻ സുർക്ക ആഡ് ചെയ്തു. അതിലേക്കിപ്പോൾ ഒരു വെള്ളം പോലെ, അതായത് നമ്മുടെ ആ മീൻ കഷ്ണങ്ങൾ മാടി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ലക്ഷദ്വീപിലെ ഫുഡൊക്കെ. വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ലക്ഷദ്വീപ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ഇച്ചിരി ക്ഷമയോട് കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാദേറിയ ലക്ഷദ്വീപ് വിഭവം നമ്മുടെ മേശപ്പുറത്ത് റെഡി ആയിട്ടങ്ങ് വിളമ്പാം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈയിട്ടൊന്നും നമ്മൾ ഇളക്കില്ല. വല്ല മുറിവോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലോണം എരിയുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയാണ്. തത്സമയം തന്നെ നമുക്കിതിൻ്റെ അകത്ത് തിള വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വെളിയിലായിരിക്കുന്ന തീ കഷ്ണങ്ങൾ, കുതുമ്പ്, ഇതിന് നമ്മൾ കുതുമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുതുമ്പുകൾ അകത്തോട്ട് അങ്ങ് നീക്കി കൊടുക്കുക. ഉമ്മ ചിരട്ട ആഡ് ചെയ്യുകയാണ്. ചിരട്ട ഉണ്ടായി പെട്ടെന്ന് പരിപാടി കഴിയും. ചിരട്ടയ്ക്ക് തീ പിടിക്കുമ്പോഴേക്കും ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിത് ഗ്യാസിലോട്ട് കയറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ കുറച്ച് നേരം, എന്നിട്ടാണ് ബാക്കി പരിപാടി. ഇവിടെ അരി അങ്ങനെ കുത്തിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ തിള വന്നു എന്നല്ല പറയാം, കുത്തിടുക എന്നാണ് പറയാം. അപ്പോൾ കുത്തിട്ടു ഗൈസ്. അപ്പോൾ കുത്തിട്ടാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ മടിയിൽ ലോല ഇരിപ്പുണ്ട്. ലോലക്കുട്ടിയുടെ കാലാണിത്. കുട്ടിക്ക് തുണി കുപ്പായൊന്നും ഞങ്ങളുടെ മുഖത്ത് പുക അടിച്ചു ഗായ്സ്. ലോലയ്ക്ക് തുണി കുപ്പായൊന്നും ഇല്ലാത്തതാണ് കാണിക്കാത്തത്. ഓക്കെ ഗായ്സ്, ലോല നമ്മളിവിടെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതും ഏകദേശം തിളവരാനൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചോറ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഇത് റെഡിയാവും. എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഉമ്മ ഇത് ഇപ്പം വറ്റാൻ തീ കുറച്ച് കളയട്ടെ. അപ്പോൾ ഇത് വറ്റി പടി പിടിക്കണ്ടെന്ന് തോന്നുന്നു. ഓ ഇഷുക്കുട്ടി മോളെ, ഇഷു മോളെ. ഇപ്പം ഇവിടെ പെങ്ങളുടെ മക്കളും വന്നു. പെങ്ങളുടെ മക്കളും ബാപ്പായും വന്നു. ഓ ഓക്കെ ഗൈസ്, ഈ ഒരു സമയത്ത് നമുക്ക് തീ ഒക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് മൂടി വെക്കാം. അപ്പോഴേക്കും പാകത്തിന് റെഡി ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് അങ്ങ് എടുത്താൽ മാത്രം മതി. എന്തായാലും ഞാൻ കാണിക്കുമല്ലോ. നമുക്കിനി എന്തായാലും നമ്മുടെ മുളക് എന്തായെന്ന് നോക്കാം. ഇതും വെന്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്തായാലും നമുക്കത് മൂടി വെക്കാൻ. എൻ്റെ കൈ ഓൾറെഡി നല്ല പെയിൻ ഉണ്ട്. പുകയൊക്കെ അടിച്ചിട്ടാ. മഴ വരുന്നത് നോക്കിയിരിക്കുകയാണ് ലോലയും പെങ്ങളും. ലോല എൻ്റെ ബ്രദറിന്റെ കുട്ടിയാണ്. അപ്പോൾ ഈ മീൻ വേകാൻ ഏകദേശം, അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചൂരമീൻ കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ ചൂരമീൻ വേകാൻ വേണ്ടിയിട്ട്
ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അടുപ്പിൻ്റെ മുകളിൽ. പിന്നെ ചെറിയ മീനുണ്ട്, ലഗൂൺ ഫിഷ് പോലുള്ളത്. അതാണെങ്കിൽ പ്രശ്നമില്ല, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം അത് വേവാനല്ല, എന്നാലും അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് കുറച്ച് നേരമൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. മഴ വർഷിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഇതിലൂടെ കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ടെങ്കിലും പഴയ ഡ്രസ്സിൽ കാണുന്ന അപൂർവമായിട്ടാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. എപ്പോഴും ബനിയാനൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത. ഹാഫ് നാക്കഡ് ആണ് എപ്പോഴും. സോ ഇന്ന് ഫുൾ ഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റി. സോ ഇന്നൊരു ഫാദേഴ്സ് ഡേ ആണ്. എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആശംസകളും കൂടി ഞാൻ നേരുകയാണ്. ഈ ഒരു സമയത്ത് ലേറ്റ് കുറവാണ് ഗായ്സ്, നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്താൽ കൊടുക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് ഫ്രഷ്ലി, അതായത് കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തോളൂ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മുളക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഉപ്പേരി ഒന്നും വേണ്ട, ഒരു സൈഡ് ഡിഷ് പോലും വേണ്ട. ജസ്റ്റ് മുളകും തേങ്ങാച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഒരു ചെമ്പ് നിറയെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ വയറ് നിറയത്തില്ല. ആ ചെമ്പ് മൊത്തം കാലിയാവുന്നത് പോലും നമ്മൾ അറിയാണ്ട് അങ്ങ് കഴിച്ചു പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ ഇനി ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ തേങ്ങാച്ചോറും മുളകും അങ്ങ് കഴിക്കാം. അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ മുളകുണ്ടാക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സെയിം ഞാൻ അഗത്തി ഐലൻഡിൽ പോയപ്പോ അവിടെ ഉണ്ടാക്കുന്ന രീതി കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അവർ ഈ തേങ്ങയുടെ പാല്, 1-ാം പാല് എടുത്തിട്ട് ഈ മുളകില്ലേ അതിലേക്ക് ഒഴിക്കും. ബാക്കി പാല്, 2-ാം പാല്, 3-ാം പാലുമാണ് അവർ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ഓരോ നാട്ടിലും ഇതിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ കിട്ടാൻ ദ്വീപില് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. മീനിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ, ഉലുവയുടെ പെരിഞ്ജീരകത്തിന്റെ ഒക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ലവ് യു ഓൾ. ലോല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ടാറ്റ കാണിച്ചേ. ടാറ്റ. ഓക്കെ, താങ്ക് യു.